നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭ്യൂഹങ്ങൾക്കിടെ പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ബഹ്റൈൻ, കുവൈത്ത്, UAE എന്നിവയുൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത നയതന്ത്ര പ്രതിനിധികളെയും സൈനിക ഉദ്യോഗസ്ഥരുടെ ആശ്രിതരെയും പിൻവലിക്കാൻ US പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചു. ഇസ്രയേൽ ആക്രമിച്ചാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കും എന്ന് ഇറാന്റെ ഭീഷണിയുണ്ട്. സേനയെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അമേരിക്ക. പെട്ടെന്നുള്ള നടപടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെങ്കിലും പശ്ചിമേഷ്യയിൽ വളർന്നുവരുന്ന പിരിമുറുക്കം US സെൻട്രൽ കമാൻഡ് നിരീക്ഷിച്ചു വരികയാണെന്നും അതിന്റെ ഭാഗമാണിതെന്നും ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. അപകടകരമായ സ്ഥലമാകാൻ സാധ്യതയുള്ളതിനാലാണ് അവരെ മാറ്റുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവരോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീക്കം സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ സേന ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയും മറുപടി പറയേണ്ടി വരും എന്നാണ് ഖമനേയിയുടെ മുന്നറിയിപ്പ്. ഇറാഖിലെ തങ്ങളുടെ എംബസി ഭാഗികമായി ഒഴിപ്പിക്കാനും അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതമായി നിലനിർത്തുക എന്ന പ്രതിജ്ഞാബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ US എംബസിയിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും മാറാൻ ഉത്തരവിട്ടതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ അയൽ രാജ്യമായ ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകും ആദ്യ പ്രത്യാക്രമണം ഉണ്ടാകുക എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് USന്റെ ഈ തിരക്കിട്ടുള്ള നീക്കം. ട്രംപ് ഭരണകൂടം ഇറാനുമായി ഒരു പുതിയ ആണവ കരാറിനായി ശ്രമം തുടരുമ്പോൾ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളായി വരുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് സ്വമേധയാ മടങ്ങാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്ര പ്രതിനിധികൾക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇറാനുമായുള്ള ആണവ കരാർ സംബന്ധിച്ച് തനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചത്. കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും ട്രംപ് പറഞ്ഞു. ആണവാഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കരാർ ഇറാനുമായി ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. അവർ താമസിപ്പിക്കുന്നതായി തോന്നുന്നു. അത് ദൗർഭാഗ്യകരമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ തനിക്കിപ്പോൾ ആത്മവിശ്വാസം കുറവാണ്. ബുധനാഴ്ച ഒരു അഭിമുഖത്തിൽ ട്രംപ് വെളിപ്പെടുത്തി. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ വ്യോമ ആയുധങ്ങളുടെ നീക്കവും ഒരു വ്യോമാഭ്യാസവും നടത്തിയെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. എന്നാൽ ആക്രമണം സംബന്ധിച്ച് ഇസ്രയേൽ ഭരണകൂടം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല എന്നും CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നീക്കത്തിൽ ട്രംപ് ഭരണകൂടവും നെതന്യാഹു ഭരണകൂടവും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലാണ് എന്ന വിവരവും ഉണ്ട്. ഇറാന് തക്കതായ മറുപടി കൊടുക്കണമെന്ന് ഗാസയിൽ ആക്രമണം തുടങ്ങിയ കാലം തൊട്ട് അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഇസ്രയേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അമേരിക്കയായിരുന്നു. ജോ ബൈഡൻ ഇറാന് നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തെ എതിർത്തിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇറാന് നേരെ ഇനി ഒരു ആക്രമണത്തിന് അനുമതി കിട്ടും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ അവിടെയും ട്രംപ് നയതന്ത്രപരമായി മുൻപോട്ട് പോയത് ഇസ്രയേലിന് തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഇറാനാണ്. ഇറാന് കൃത്യമായ മറുപടി കൊടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇസ്രയേലിന് ഉള്ളത്. ഇനിയും അമേരിക്കയുടെ വാക്കും കേട്ട് നിൽക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന ഒരു നിലപാടിലേക്ക് ഇസ്രയേൽ എത്തിയെന്ന് വേണം കരുതാൻ. അതായത് അമേരിക്കയുടെ അനുമതി ഇല്ല എങ്കിലും അമേരിക്കയുടെ സഹായമില്ലെങ്കിലും ഇറാനിൽ കയറി തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള ഉറച്ച തീരുമാനം ഇസ്രയേൽ എടുത്തു എന്നാണ് ചില ഇസ്രയേലി മാധ്യമങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരാക്രമണം ഇറാന്റെ പല കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകാം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നീക്കം ശക്തമാക്കിയിട്ടുണ്ടെന്നും മൊസാദ് ടെഹ്റാനിൽ പലയിടങ്ങളിൽ നിരീക്ഷണം നടത്തിയെന്നും കൃത്യമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ രഹസ്യ വിവരം ഇസ്രയേലിലേക്ക് കൈമാറി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരാക്രമണം ഉണ്ടാകാം എന്നുള്ള ഭീതി ലോകരാജ്യങ്ങളിലും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു.
ഇസ്രയേൽ ഇറാൻ യുദ്ധഭീതി ഒരു വഴിക്ക് നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനു മുൻപ് അമേരിക്ക ഇറാൻ യുദ്ധം ഉണ്ടാകുമോ എന്ന്. ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും അമേരിക്കയുമായി സംഘർഷം ഉണ്ടാകുകയും ചെയ്താൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദയാണ് ജൂൺ 11 ഔദ്യോഗികമായി തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നൽകിയത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളുടെ ആസൂത്രിതമായ 6ാം ഘട്ടത്തിന് തൊട്ടു മുൻപ് നടത്തിയ ഈ പ്രസ്താവന അമേരിക്കൻ ചേരിയെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു സമ്മർദ്ദത്തിനും ഇറാൻ വഴങ്ങുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ് പെന്റഗൺ അതുപോലെ തന്നെ വൈറ്റ് ഹൗസും വിലയിരുത്തുന്നത്. ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ വൻ സംഘർഷമുണ്ടാകുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ എല്ലാ അമേരിക്കൻ താവളങ്ങളും നശിപ്പിക്കുമെന്നും ഇവയെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്നുമുള്ള നസീർ സാദെ വെല്ലുവിളിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാന് നേരെ ബോംബ് ആക്രമണം നടത്തുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇത് വെറും ഭീഷണിക്കപ്പുറം ആക്രമണത്തിലേക്ക് വഴിമാറിയാൽ എന്തൊക്കെയാണ് തങ്ങളുടെ ടാർഗറ്റ് എന്നതുകൂടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ലോകത്തിനു മുൻപാകെ വിളിച്ചു പറഞ്ഞത്. 2 ടൺ ഭാരമുള്ള വാർഹെഡുള്ള വിനാശകാരിയായ ഒരു മിസൈൽ ഇറാൻ അടുത്തിടെ പരീക്ഷിച്ചിട്ടുള്ളതിനാൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നതാണ് നിലവിലെ സ്ഥിതി. മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ കൂടുതലായി ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കടന്നൽ കൂട്ടം പോലെ കുതിച്ചു വന്ന് വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് ഡ്രോണുകളും ഇറാന്റെ ആയുധപ്പുരയിലുണ്ട്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇറാൻ റഷ്യയ്ക്കും കൈമാറിയിട്ടുണ്ട്. ഇതിന് പകരമായി റഷ്യ എന്തൊക്കെ ആയുധങ്ങളാണ് ഇറാന് കൈമാറിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ഇസ്രയേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന ഇടപാട് തന്നെയാണ് ഇറാനും റഷ്യയും തമ്മിൽ നടന്നിരിക്കുന്നത്. ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അടുത്തെത്തിയതായാണ് ഇസ്രയേൽ വിലയിരുത്തുന്നതെങ്കിലും ഇതിനകം തന്നെ അവർ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും സംശയമുണ്ട്. അതിനാൽ തന്നെ കരുതലോടെ മാത്രം നീങ്ങിയാൽ മതി എന്നാണ് CIA ട്രംപിനെ ഉപദേശിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രയേൽ പക്ഷത്തും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഒരാക്രമണത്തിന് മുതിരും മുൻപ് കയറി അടിച്ച് തീർക്കാനാണ് ഇസ്രയേലിന്റെ തീരുമാനം. ഇറാനെ ആക്രമിക്കുവാൻ പലതരം തടസ്സങ്ങൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുൻപിലുണ്ട്. അതും നമ്മൾ ഓർക്കണം. ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കൂറ്റൻ മലകളാൽ സുരക്ഷിതമായ രാജ്യമാണ് ഇറാൻ. ആ മലകൾക്കുള്ളിലെ ഭൂഗർഭ അറകളിലാണ് ഇറാന്റെ അപകടകാരികളായ ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് സകല പരീക്ഷണങ്ങളും പ്രധാനമായും നടക്കുന്നത്.